മുഖ്യമന്ത്രി സതീശൻ മേനോൻജിയെ രാഹുൽ ഈശ്വർ നമ്പൂതിരി എന്ന് ഞാൻ അഭിനന്ദിക്കുന്നു. ഇങ്ങനെ പറയാൻ കാരണം നിങ്ങൾ എല്ലാവർക്കും ഒരുപക്ഷെ മനസ്സിലായി കാണും. അദ്ദേഹം കൊളുത്തിവിട്ട ശ്രീ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന വിവാദം ഇപ്പോഴും കത്തുകയാണ്. ഇടതുപക്ഷ ഹാൻഡിലുകൾ മാത്രമല്ല, കോൺഗ്രസ് ഹാൻഡിലുകൾ അടക്കം വലിയ രീതിയിൽ അത് ഏറ്റെടുത്ത് മുഖ്യമന്ത്രിക്കെതിരെ വരെ ട്രോൾ ചെയ്യാനും വിമർശിക്കാനും ചില ആൾക്കാർ മുതിർന്നു. അതിൽ പ്രമുഖൻ ശ്രീ ജിൻഡോ ജോണാണ്, ശ്രീ VR അനൂപാണ്. അദ്ദേഹത്തെ ശക്തമായി ഡിഫെൻഡ് ചെയ്ത് ശ്രീ BRM ഷഫീറും വന്നു. മൂന്നുപേരും ഉഗ്രൻ കോൺഗ്രസ്സുകാരാണ്, എനിക്കറിയാവുന്നവരാണ്, വളരെ സൗഹൃദത്തിലുള്ളവരാണ്. ഇവരുടെ നിലപാടാണ് നോക്കുന്നത്. എന്നാൽ അദ്ദേഹം നിഷ്കളങ്കമായിട്ടാണ് ഇത് ചെയ്തത് എന്ന് വാദിക്കുകയും അദ്ദേഹത്തിന്റെ ഇലക്ഷൻ അഫിഡവിറ്റിലൊക്കെ വടശ്ശേരി ദാമോദര മേനോൻ സതീശനാണ് എന്ന് അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നവരും പറയുന്നു. അദ്ദേഹത്തെ എതിർക്കുന്നവർ പറയുന്നത് പെട്ടെന്ന് അദ്ദേഹത്തിന് ജാതി എങ്ങനെ വന്നു, ഇത് മതേതരത്വത്തിനെതിരാണ്, ദാമോദര മേനോൻ സതീശൻ എന്നെങ്ങനെ പറഞ്ഞു എന്നാണ്. അദ്ദേഹം ജനങ്ങളുടെ പിന്തുണയോടെ മുഖ്യമന്ത്രി ആയപ്പോൾ തന്നെ വടശ്ശേരി ദാമോദരൻ സതീശൻ എന്നാണ് ആൾക്കാരെല്ലാം എഴുതിയിരുന്നത്. എങ്ങനെ പെട്ടെന്ന് മേനോനായി? യഥാർത്ഥത്തിൽ ഇത് പിണറായി വിജയനെതിരെ ശ്രീ VD സതീശൻ ജയിച്ചപ്പോൾ മുതൽ അദ്ദേഹം മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്ന ഒരു കാര്യമായിരിക്കണം. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒക്കേഷൻ അദ്ദേഹം മനസ്സിൽ പലതവണ റീപ്ലേ ചെയ്ത് കാണുമല്ലോ. അപ്പോൾ ആ റീപ്ലൈ ചെയ്യുമ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അത് എന്തുകൊണ്ട് മാസ്റ്റർ സ്ട്രോക്കാണ്, അത് എന്തുകൊണ്ട് ജാതീയക്കെതിരെയും വർഗീയതക്കെതിരെയുമുള്ള നിലപാടെന്നാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ശ്രീ VDSന്റെ മാസ്റ്റർ സ്ട്രോക്കാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കണമെങ്കിൽ കേരളത്തിലെ ജാതി രാഷ്ട്രീയം, ഇന്ത്യയിലെ ജാതി രാഷ്ട്രീയം വേണ്ട രീതിയിൽ അറിയണം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കതുമായി മുമ്പോട്ട് പോകാൻ പറ്റൂ. ഉദാഹരണം, ശ്രീ VD സതീശനെ കുറിച്ച് ദി ഹിന്ദുവിൻ്റെ ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. ആ ആർട്ടിക്കിൾ വളരെ പ്രസക്തമാണ്, വളരെ പ്രസിദ്ധമായി, വളരെ സീരിയസ് ആയ പോളിസി ചർച്ച ചെയ്യുന്ന സർക്കിൾസിൽ അത് വലിയ രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുകയുമായി. അതായത് ദി ഹിന്ദു പത്രം, ഹിന്ദു എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രമുഖമായ ഇടതുപക്ഷ അല്ലെങ്കിൽ സെന്റർ ലെഫ്റ്റ് നിൽക്കുന്ന ഒരു പത്രമാണ് ദി ഹിന്ദു. പേര് ഹിന്ദു എന്നുണ്ടെങ്കിലും മൈലാപ്പൂരിലെ തമിഴ്നാട്ടിലെ ബ്രാഹ്മണരാണ് കൂടുതലും നടത്തുന്നതെങ്കിലും ഹിന്ദു ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ സെന്റർ ലെഫ്റ്റ് പത്രമാണ്. മതേതരത്വത്തിന് വേണ്ടിയും മതസൗഹാർദ്ദത്തിന് വേണ്ടിയും ഒക്കെ നിൽക്കുന്നതാണ്. ഹിന്ദുവിൽ വർഗീസ് കെ ജോൺ എഴുതിയ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആ വർഗീസ് കെ ജോൺ എഴുതിയ ആർട്ടിക്കിളിൽ പറയുന്ന വരി എക്സാക്ട്ലി ഞാൻ വായിക്കുക. അതും ഹിന്ദുവാണ് എഴുതുന്നത്, ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള പത്രം. VD Sadishan is now the unquestionable leader of Kerala Muslims and Christians. VD Sadishan is now the unquestionable leader of Kerala Muslims and Christians. ഇത് ബോധപൂർവമായി ശ്രീ VD സതീശൻ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രതിച്ഛായയും നിലപാടുകളുമാണ്. അദ്ദേഹം കടുത്ത മതേതരവാദിയാണ്, ശരിക്കും ഒരു നെഹ്റൂവിയൻ ലെഫ്റ്റാണ്. ശ്രീ VD സതീശൻ ഇത് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കുന്നതിൻ്റെ പിന്നിൽ ന്യൂനപക്ഷങ്ങളുടെ, വിശിഷ്യ മുസ്ലിം സഹോദരങ്ങളും അതിനുശേഷം ക്രിസ്ത്യൻ സഹോദരങ്ങളുടെയും വലിയൊരു പങ്കുണ്ട്. UDFനെ ജയിപ്പിച്ചതിൽ 65 മുതൽ 70% വരെ വോട്ടുകൾ ക്രിസ്ത്യാനികളുടെയും 70 മുതൽ 75% വോട്ടുകൾ വരെ മുസ്ലിങ്ങളുടെയുമായിരുന്നു. ടുഡേയ്സ് ചാണക്യയുടെ സർവേ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് അറിയാൻ കഴിയും. നായർ സമൂഹം, അതായത് ഇലക്ഷന് മുമ്പത്തെ എന്നതാണ് പ്രീ പ്രീ റിസൾട്ട് വന്നപ്പോൾ 40% നായന്മാർ വോട്ട് ചെയ്ത് BJPക്കാണ്, 30% UDFനും 30% LDFനും എന്നാണ് കണക്കുകൾ വന്നത്. ഇത്രയും വലിയ വിജയം കൊണ്ട് നമുക്കത് റീകാൽക്കുലേറ്റ് ചെയ്താൽ 35%-ഓളം BJPക്കാണ് പോയിട്ടുള്ളത്. ഒരു പക്ഷേ 35% UDFനും 30% LDFനുമാണ് നായർ കമ്മ്യൂണിറ്റി വോട്ട് ചെയ്തിരിക്കുന്നത്. ഹിന്ദുക്കളിൽ നായന്മാർ 12 മുതൽ 15% വരെ ഉള്ളെങ്കിലും അവർ വളരെ പ്രസക്തരാണ്. കേരളത്തിലെ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനം ഏത് രാഷ്ട്രീയ കക്ഷി ഭരിച്ചാലും ഭരണത്തിനപ്പുറം ആൾക്കാർക്ക് സ്വാധീനമുള്ളത്, ജുഡീഷ്യറിയിൽ സ്വാധീനമുള്ളത്, ഉദ്യോഗസ്ഥ തലത്തിൽ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥ തലത്തിൽ സ്വാധീനമുള്ളത്, ഇൻ്റലിജൻസ് ബ്യൂറോയിലടക്കം സ്വാധീനമുള്ളത്, ഇതിനെയാണ് ഡീപ്പ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിനപ്പുറം ഒരു സംസ്ഥാനത്തെ നിലനിർത്തുന്ന സംവിധാനത്തെയാണ് നമ്മൾ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ടർക്കിയിലാണ് ഈ പ്രയോഗം ആദ്യം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഡീപ്പ് സ്റ്റേറ്റിൽ അങ്ങനെ കൂടുതലും നായരും സവർണ ഹിന്ദുക്കളും പിന്നീട് ക്രിസ്ത്യാനികളും ഒക്കെയാണ്. ഇന്ത്യയിലെ ഡീപ്പ് സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ ബ്രാഹ്മണരും ഫോർവേഡ് കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കാസ്റ്റ് ഉള്ള മുന്നോക്ക ഹിന്ദു ജാതികളിൽപ്പെട്ട ആൾക്കാരുമാണ്. ഇവർ ഗവൺമെൻറ് ഫോഴ്സിനുള്ളിൽ വളരെ സൈസബിൾ ആണ് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഈ നായർ കമ്മ്യൂണിറ്റിയെ വിശ്വാസത്തിലെടുക്കേണ്ടത് വളരെ പ്രധാനമാണ്. പ്ലസ് നായർ കമ്മ്യൂണിറ്റിയിലെ ചില വിഭാഗങ്ങളും മറ്റുമാണ് ഹിന്ദുത്വ വർഗീയതയിലേക്ക് വഴുതി വീഴുന്നത്. നമുക്ക് 2011 ഇലക്ഷൻ എടുത്താൽ അറിയാം. 2011 BJPക്ക് 6.03% വോട്ടുകളാണ് കിട്ടിയത്. ഇപ്പോൾ അത് 11.5%-ലധികം എത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ യഥാർത്ഥത്തിൽ BJPയുടെ വളർച്ച പ്രധാനമായി ഉണ്ടായിരിക്കുന്നത് ഹിന്ദു സവർണ വിഭാഗങ്ങളിലും അതിനോടൊപ്പം ഈഴവ കമ്മ്യൂണിറ്റിയിലും അതിനോടൊപ്പം കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ
വന്നതിലാണ് പ്രധാനമായി ആ വളർച്ച ഉണ്ടായിരിക്കുന്നത്. 6% ഓൾമോസ്റ്റ് ഇരട്ടിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കോറ് നിൽക്കുന്നത് നായർ വോട്ടുകളാണ്. ഈ നായർ വോട്ടുകളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ശ്രീ വി ഡി സതീശന് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഈ ശ്രീ വി ഡി സതീശൻ മേനോൻ പ്രയോഗം നടത്തിയപ്പോൾ ഞാനായിരുന്നു ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തത്. അതിനൊരു കാരണം, എന്നെ താഴെ ഒരുപാട് പേര് വിമർശിച്ചിട്ടിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഒരു പോസ്റ്റൊക്കെ തയ്യാറാക്കി ഇട്ടിട്ട് പോയാണ്. ഞാൻ ഫിൻലാൻഡിൽ നിൽക്കുകയായിരുന്നു. അതിൽ വടശ്ശേരി ദാമോദരൻ സതീശനെ എഴുതിയിട്ടുള്ളായിരുന്നു. താഴെ കുറേ പേര് വിമർശിച്ചു, വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ അങ്ങനെ തന്നെ പറയണമെന്ന്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോഴാണ് ശ്രീ വി ഡി സതീശൻ ഇത് പ്ലാൻ ചെയ്യാതെ പറയുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ശ്രീ വി ഡി സതീശൻ വളരെ നിഷ്കളങ്കനായ ഒരു ന്യായവും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒക്കേഷനിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് ഓർത്തു, അതൊരു തെറ്റാണോ എന്ന്. നമുക്കെല്ലാം അറിയാം. എല്ലാ രാഷ്ട്രീയക്കാരും, പ്രത്യേകിച്ച് മുതിർന്ന രാഷ്ട്രീയക്കാർ എന്ത് ചെയ്യുമ്പോഴും അവർ പ്ലാൻ ചെയ്തേ ചെയ്യൂ. നമ്മുടെ മോദിജി അദ്ദേഹം ഒരു മാസ്റ്റർ പൊളിറ്റീഷ്യൻ ആയതുകൊണ്ടാണ്. അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്യുന്ന പിക്ചേഴ്സ് പോലും നമുക്ക് കിട്ടുന്നത് സൈഡിൽ ഫോട്ടോഗ്രാഫർ ഉള്ളതുകൊണ്ടല്ലേ. ഇല്ലെങ്കിൽ മോദിജി ഒരു ഗുഹയ്ക്കുള്ളിൽ ധ്യാനിക്കുന്ന ചിത്രം നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ അല്ലെങ്കിൽ മോദിജി വർക്ക് ചെയ്ത്, അല്ലെങ്കിൽ പല രാഷ്ട്രീയ നേതാക്കളും വർക്ക് ചെയ്ത് ഏകദേശം ഉറങ്ങി പോകുന്ന ചിത്രങ്ങളൊക്കെ കിട്ടുന്നത് സൈഡിൽ ആരെങ്കിലും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടല്ലേ. രാഷ്ട്രീയക്കാർ എപ്പോഴും ഒരു ബ്രാൻഡ് കമ്മ്യൂണിക്കേഷൻ സ്പ്രീയിലാണ്, അല്ലെങ്കിൽ ബോധപൂർവം എല്ലാ വിഭാഗങ്ങളോടും ഇങ്ങനെ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്ന് നമുക്കറിയാം. ശ്രീ വി ഡി സതീശൻ താൻ മേനോനാണെന്നും താൻ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണെന്നും തൻ്റെ ഹിന്ദു ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ചത് ബോധപൂർവമാണ്. അത് മികച്ചൊരു സ്ട്രാറ്റജിയുമാണ്. കാരണം അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും മുഖ്യമന്ത്രിയാണെന്നാണ് BJP-കാരടക്കം ഒരു വ്യാജ പ്രചരണം നടത്തുന്നത്. അത് വെറും വ്യാജ പ്രചരണമാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിൽ വളരെ കുറച്ച് സിഗ്നിഫിക്കൻസേ ഉള്ളൂ. അവരവരുടെ പഴയ പല ഹാർട്ട്ലൈൻ നിലപാടുകൾ മാറ്റി അതിനെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതാണ്. അത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തതും ശ്രീ വി ഡി സതീശനാണ്. മുസ്ലിം ലീഗിൻ്റെ അണികളുടെയും ഒക്കെ സമ്മർദ്ദം കാരണമാണ് ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായത്. ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ സമ്മർദ്ദമാണ് ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായത്. അങ്ങനെ പല നെറേറ്റീവുകളുമുണ്ട്. ഈ നെറേറ്റീവുകളെ എല്ലാം കൂടി കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് താൻ മേനോൻ ഹിന്ദുവാണ് എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞതും. അതോടൊപ്പം അദ്ദേഹം വലിയൊരു വിശ്വാസിയൊന്നുമല്ലെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ അറിയുന്നവർക്ക് നിരീശ്വരവാദിയൊന്നുമല്ല. അദ്ദേഹം മുഖ്യമന്ത്രിയായി കഴിഞ്ഞ് ആദ്യം ചെയ്തത് എന്താ? ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോവുകയാണ്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം ഭയങ്കര ലെഗസിയുള്ള തിരുവിതാംകൂറുകാരുടെ വലിയൊരു പ്രൈഡാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. കാര്യം ശ്രീ പത്മനാഭ സ്വാമിക്കാണ് നമ്മുടെ മാർത്താണ്ഡവർമ്മ രാജാവ് അദ്ദേഹത്തിന് രാജ്യം തന്നെ അദ്ദേഹം സമർപ്പിക്കുന്നതും മറ്റും. അപ്പോൾ തൃപ്പടിദാനം എന്നറിയപ്പെടുന്ന ചടങ്ങ്. അപ്പോൾ വളരെ ബോധപൂർവം ഹിന്ദു കാസ്റ്റ് സിമ്പിൾസിലേക്കും കൂടി തന്നെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി വളരെ ഇഫക്റ്റീവ്ലിയും നല്ല ഉദ്ദേശത്തോടു കൂടിയും ശ്രീ വി ഡി സതീശൻ ചെയ്തതാണ്. പലപ്പോഴും ജിൻഡോ ജോണും അനൂപും BRM ഷഫീർ അദ്ദേഹത്തെ ശക്തമായി ഡിഫെൻഡ് ചെയ്ത് അദ്ദേഹം നിഷ്കളങ്കമാണ് ചെയ്തത് എന്ന രീതിയിൽ പറയുകയുണ്ടായി. BRM ഷഫീറിൻ്റെ നന്മയാണ്. ശ്രീ VR അനൂപ് ശ്രീനാരായണീയനാണ്. ഞാനും ശ്രീനാരായണീയനാണ്. ജന്മം കൊണ്ടല്ല, പക്ഷേ വിശ്വാസം കൊണ്ട്. നമ്മുടെ ജിൻഡോ ജോൺ റോമൻ കാത്തലിക്കാണ്. ഇവർ രണ്ടും സെൻറ്റർ ലെഫ്റ്റ് നിൽക്കുന്ന ശ്രീ വി ഡി സതീശൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് അത്ഭുതപ്പെടുകയും അതിനെ വിമർശന ബുദ്ധിയോടെ സമീപിക്കുകയും ചെയ്തു. അങ്ങനെയല്ല, ശ്രീ വി ഡി സതീശൻ ഒരു മാസ്റ്റർ സ്ട്രാറ്റജിസ്റ്റാണ്. ഇത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഒക്കേഷനിലെ ചിരിയാണ്, കള്ളച്ചിരിയാണ്. ഈ കള്ളച്ചിരി വളരെ ഫേമസ് ആകുകയുണ്ടായി. ആ കള്ളച്ചിരിയുടെ മോഡലിൽ ശ്രീ വി ഡി സതീശൻ ബോധപൂർവം പ്ലാൻ ചെയ്ത് ഇത് പറഞ്ഞതാണ്. കാരണം അദ്ദേഹം വിഘടിച്ചു പോകാതിരിക്കാനും നായർ സമുദായങ്ങളെ തങ്ങളുടെ ഇടയിലേക്ക് നിർത്താനും വേണ്ടി കാണിക്കുന്ന ജീനിയസാണ്. സെൻറ്റർ ലെഫ്റ്റ് നെഹ്റുവിയൻ നായരിൽ നിന്ന് ഗാന്ധിയൻ സ്പേസിലേക്ക് ശ്രീ വി ഡി സതീശൻ എത്തുന്നു എന്ന രാഷ്ട്രീയ മാറ്റമാണ് ഇത് നമ്മൾ കാണുന്നത്. അതായത് ഇന്ത്യയിൽ 3 പൊസിഷൻസ് ആണുള്ളത്. ലെഫ്റ്റ് ലീനിങ് ആണെങ്കിൽ നെഹ്റുജി, റൈറ്റ് ലീനിങ് ആണെങ്കിൽ സർദാർ പട്ടേൽ. ആ സ്പേസാണ് മോദിജിയും അമിത്ഷാജിയും ഒക്കെ എടുക്കാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് മോദിജി ഗുജറാത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ സർദാർ പട്ടേലിൻ്റെ വെച്ചത്, ഗാന്ധി ശിഷ്യനായ സർദാർ പട്ടേലിൻ്റെ. കാര്യം സർദാർ പട്ടേലാണ് അന്നത്തെ സെൻറ്റർ ലെഫ്റ്റ് അല്ലെങ്കിൽ മധ്യ വലത് ലീനിങ് സ്പേസ് നയിച്ചിരുന്നത്. തന്നെ ആ സ്പേസിലേക്ക് കൊണ്ടുവരികയാണ് മോദിജി ചെയ്യുന്നത്. അതേപോലെ സെൻറ്റർ ലെഫ്റ്റ് നെഹ്റുവിയൻ സ്പേസ്, അതിൽ നിന്ന് ഭരിക്കാൻ ബുദ്ധിമുട്ടാണ്. ആ സെൻറ്റർ ലെഫ്റ്റ് നെഹ്റുവിയൻ സ്പേസിലേക്ക് പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ ശ്രീ വി ഡി സതീശൻ മാറുകയും ഒരു ഗാന്ധിയൻ സെന്ററിൽ നിന്ന് ഭരിച്ച് ബാലൻസ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം അതിനുശേഷം ക്ലിമിസ് തിരുമേനിയെ കാണാൻ പോയി, പത്മനാഭ ക്ഷേത്രത്തിൽ പോയി, ക്ലിമിസ് തിരുമേനിയെ കാണാൻ പോയി, ശിവഗിരിയിൽ പോയി, എല്ലാവരിലേക്കും റീച്ച് ഔട്ട് ചെയ്തു. അത് ബോധപൂർവമുള്ള ഒരു ബാലൻസിങ് ആണ്, അത് നന്മയാണ്. ശ്രീ വി ഡി സതീശനാണ് കേരളം കാത്തിരുന്ന മുഖ്യമന്ത്രി, ഒരു സംശയവും വേണ്ട. ശ്രീ വി ഡി സതീശൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രഥമ രാഷ്ട്രീയ ലക്ഷ്യമാകേണ്ടത് പൊളിറ്റിക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വിഘടിച്ചു പോകുന്ന നായർ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരികയാണ്. ആ നായർ വോട്ടുകൾ മാസേ BJP-യിലേക്ക് ഒഴുകുന്നത് തടയുകയും ഏകദേശം 35-40% നായന്മാർ വോട്ട് ചെയ്തിരിക്കുന്ന BJP-യിലേക്കാണ്. അത് 10-15% തിരിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവരിക. കാര്യം ഒറിജിനൽ ഇന്ത്യയിലെ ഹിന്ദു പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. ആ സത്യം തിരിച്ചറിഞ്ഞ് ദേശീയ തലത്തിൽ ഇങ്ങനെയാണ് ശ്രീ ശശി തരൂർ വൈ ആമേ ഹിന്ദു എഴുതുന്നത്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അമ്പലങ്ങളിൽ പോകുന്നത്. ആ രീതിയിൽ സ്ട്രാറ്റജിക്കലി ശ്രീ വി ഡി സതീശൻ ചെയ്യുന്നതിന് സല്യൂട്ട്.